ഇനി ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറയാണ്ട് ഉത്സവങ്ങളൊക്കെ പറ്റിയിട്ട് വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ഉത്സവം, പള്ളിപ്പെരുന്നാൾ, ചന്ദനക്കുടം, അങ്ങനെ എല്ലാം ആഘോഷിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന കണ്ണമ്പുഴ അമ്പലത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കണ്ണമ്പുഴ ഭഗവതി. ആ ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഞാൻ സിനിമയിലേക്കൊക്കെ വന്നതിലുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നൊരു താലിയൊക്കെ പിടിച്ചെല്ലാവരും നാട്ടുകാരെല്ലാവരും സഹകരണത്തോടു കൂടി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ 5 ആന, പിന്നെ അതേമാതിരി 100 പേരുടെ ശിങ്കാരിമേളം, പഞ്ചവാദ്യം, തെയ്യം, നാടൻപാട്ട്, മദ്രാസിൽ നിന്ന് വന്ന ആൾക്കാരുടെ കളികൾ, പിന്നെ അതേമാതിരി അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു പോക്ക് തന്നെയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു, മൃഗങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. ഈ 5 ആനയ്ക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഇടയാതിരിക്കുക. എല്ലാ സ്ഥലങ്ങളിലും ആന ഇടഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ പൂരം പോണേക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് 3 വണ്ടി ടാങ്കർ വണ്ടി പറഞ്ഞിട്ട് റോഡ് മുഴുവനും ആദ്യം അങ്ങോട്ട് നനച്ചു, റോഡ് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ആന ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും റോഡ് ഒന്നും കൂടി നനപ്പിച്ച് കഴിഞ്ഞ് ഒരു 500 കിലോ തണ്ണീർമത്തൻ അത് ഓരോ പീസായിട്ട് ആനയ്ക്ക് അവിടെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ടേണിങ്ങിൽ ചെല്ലുമ്പോഴും ഓരോ കൊല പഴം വെച്ചിട്ട് ആനയ്ക്ക് കൊടുത്തു. അങ്ങനെ ഓരോ വീടുകളിലും മറം വരുമ്പോൾ ഈ പൈപ്പ് വെച്ചിട്ട് ആനയുടെ കാല് മൊത്തം നനച്ചു കൊടുക്കുമ്പോൾ ഈ ആനയുടെ മുഖം തന്നെ കാണാം. നമുക്ക് ഈ ചെവി കാട്ടിയിട്ട് അവരൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഉത്സവം അമ്പലത്തിൽ കയറി കഴിഞ്ഞ് ചെറിയ വെടിക്കെട്ടുണ്ടായിരുന്നു. ഉത്സവം കയറി അങ്ങോട്ട് സമാപിച്ചപ്പോൾ ഈ 5 ആനകളും എന്നെ നോക്കണമായിരിക്കും എനിക്ക് തോന്നി. അടുത്താടും വിളിക്കോ, കാരണം ഈ തവണത്തെ കൊള്ളായിരുന്നു കേട്ടോ. പഴവും തണ്ണിമത്തനും വെള്ളം നനയ്ക്കലൊക്കെ നന്നായിരുന്നു. കലാമണിയല്ലേ? മനസ്സിലായി, നമ്മളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടും കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ആന പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഈ ഉത്സവത്തിന് ഒരുപാട് പ്രോഗ്രാമിനൊക്കെ നമുക്ക് ശിവരാത്രി വരുമ്പോൾ ഉറക്കമുണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ ഉറക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ആയിരിക്കും, 2 പ്രോഗ്രാം എങ്ങനെയായാലും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ, ഈ മറ്റേ നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രോഗ്രാംസ് കിട്ടുന്ന അവസരങ്ങളാണ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോൾ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലൊക്കെ കുറേ പരിപാടികളൊക്കെ നിന്ന് തുടങ്ങിയിരിക്കും തോന്നുന്നു. എനിക്ക് കുറേ കലാകാരന്മാരൊക്കെ വിഷമങ്ങൾ പറയാറുണ്ട്, അയ്യോ ഇപ്പോൾ പരിപാടിയൊക്കെ വളരെ കുറവാണ്, പണ്ടത്തെ പോലെയൊന്നും ഇല്ല എന്ന് തോന്നാറുണ്ട്. ഉത്സവപ്പറമ്പിൽ പോയിരുന്ന് ആ പാടത്ത് അല്ലെങ്കിൽ കണ്ടത്തിൽ ഒരു ചെറിയൊരു കടലാസൊക്കെ വിരിച്ച് അങ്ങനെ നോക്കിയിരുന്ന് കാണാൻ എന്തൊരു രസമാണെന്ന് പറയുമ്പോൾ പരിപാടിയൊക്കെ കാണാനായിട്ട്. ഞാനങ്ങനെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ പെട്ടെന്ന് മനസ്സ് തോന്നിയത്. പണ്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ നാടകത്തിൻ്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയും, അന്ന് ഞാൻ കലാഭവൻ്റെ ലീഡറാണ്, മണി ഒന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങൾക്കൊരു ഒരു കളിയുണ്ട്, ഫസ്റ്റ് കളിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് കളിക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മണി മിമിക്സ് പരേഡ് ഒരു അല്പം നേരം ഒന്ന് നീട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായി, അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു മണി എന്ന് പറയും. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ, നാടകത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തിയിട്ട് പരിപാടി അതനുസരിച്ച് പ്രോഗ്രാം നീട്ടിക്കൊണ്ടേ അപ്പോഴേക്കും നാടകത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ടാവും. അവരൊന്ന് ഷെയ്ക്കിൻ്റെ ഒരു മണി താങ്ക്സ്, നന്നായിട്ടോ, വളരെ ഉപകാരമുണ്ടെന്ന് പറയും. അങ്ങനെ എത്രയോ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉത്സവപ്പറമ്പിലെ ഒരു പാട്ട് സീനും കൂടി കാണാം. ആ പാട്ട് സീനിൽ ഞാൻ തന്നെ പാടിയേക്കണേ, ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് കണ്ണിനും കണ്ണാടിക്കും എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു പാട്ടാണ്. മാറിക്കൊളുന്ത് മറക്കണതെന്ത് മാനം കണ്ടേ മയിലും കണ്ടേ. ആ പാട്ട് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ സാധാരണ ഭയങ്കരമായിട്ട് പൊങ്ങിച്ചം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഞാനത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ മറ്റേ മലമ്പാമ്പനെ പിടിച്ച് തോളിലിട്ടു, അല്ലെങ്കിൽ ഞാൻ കടുവയെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ സിംഹത്തിനെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരാൾ ഇങ്ങനെ ഒരു മല വഴി പോവാണ്. അപ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ പോകണം. ശബരിമലയ്ക്ക് പോയപ്പോൾ ആ പോണ വഴിക്ക് ആൾ ശബരിമല പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേറൊരാളെടുത്ത് പറയാം, എടാ നീ ഒരു സംഭവം പറഞ്ഞോ, എന്താ? ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുലി എന്താ പറ്റുന്നത്? ഞാൻ പുലീനെ കണ്ടപ്പോൾ ഞാൻ മറിഞ്ഞ് ചാടി അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വേറെ സൈഡിലേക്ക് വന്നില്ലേ. എന്നിട്ട് വേറെ സൈഡിൽ വന്നപ്പോൾ പുലി അവിടെ വന്ന് നിൽക്കണ്. എന്നിട്ട് പുലിക്ക് എന്ത് പറ്റി? അപ്പോഴല്ല ഞാൻ പുലീനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വേറെ വഴി കൂടെ ഓടിയത്. അങ്ങനെ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ മരത്തിൻ്റെ മുകളിൽ പുലി ഇരിക്കണ്. എന്നിട്ട് പുലിക്ക് എന്താ പറ്റിയ? പുലീനെ ഞാൻ അതിൻ്റെ മുകളിൽ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടിയില്ലേ, അവിടെ നിന്ന് ചാടി വീണ്ടും ഓടി കതച്ച് വേറൊരു സ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ അവിടെ പുലി. എന്നിട്ട് പുലിക്ക് എന്താ പറ്റിയേ? പുലിക്ക് എന്താ പറ്റിയേ? ഒരാൾ നീ പുലിയുടെ സൈഡോ അല്ല എൻ്റെ സൈഡോ?
അല്ല പുലിക്ക് എന്താ പറ്റിയെന്നുള്ള ഇവിടെ വായിക്കോളാൻ ജീവനും കൊണ്ടോടാ. അപ്പോഴാണ് പുലിക്ക് എന്താ പറ്റിയെന്ന്. പുലിക്ക് എന്ത് പറ്റിയെന്നാണ് പുള്ളിയുടെ ടെൻഷൻ, അല്ലാണ്ട് ഈ ആൾക്ക് എന്ത് പറ്റിയെന്നുള്ളതല്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ പുലിനെ പറ്റി പറഞ്ഞപ്പോൾ ആലോചിച്ചാൽ നമുക്ക് പായും പുലി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാനും രംഭയും അവരുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതിനുശേഷം കബഡി കബഡി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. രംഭയായിട്ടുള്ള പാട്ട് സീനിൽ നല്ല പാട്ട് സീനായിരുന്നു, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ കാണുമ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ആക്ട്രസ്സാണ്, നടിയാണ് രംഭ. അപ്പോൾ ഒരു അതിശയത്തോടു കൂടിയാണ് ഞാനൊരു സിനിമാ നടനാണെങ്കിലും ഞാനും അയ്യോ രംഭയുടെ കൂടെ തന്നെയാണല്ലോ ഞാൻ അഭിനയിക്കണമെന്നുള്ളൊരു അത്ഭുതത്തോടു നോക്കി നിന്നിട്ടാണ് ഞാൻ അഭിനയിച്ച ആ ചിത്രത്തിൽ. ആ പാട്ട് സീൻ വളരെ നല്ല പാട്ട് സീനാണ്. അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശാന്തി മാസ്റ്ററാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. വളരെ എന്താ പറയുക, മെലഡിയുണ്ട്, ഒരു നല്ല മൂടുള്ള പാട്ടാണ്. ആ പാട്ട് സീൻ നമുക്കൊന്ന് കാണാം. മിന്നണ മിന്ന് കണ്ണെഴുതുന്നു തന്നര കുളിരാവാൻ, നമുക്കത് കാണാം. അങ്ങനെ നമ്മൾ രംഭയുടെ കൂടെയുള്ള ആ സോങ് നമ്മൾ കണ്ടു. നല്ല പാട്ടായിരുന്നു, ഒരു പ്രത്യേക മൂടുള്ള പാട്ടായിരുന്നു. ഇനിയും ഞാൻ അഭിനയിച്ചത് രംഭയുടെ കൂടെ തന്നെ അഭിനയിച്ച ചിത്രമാണ് കബഡി കബഡി എന്ന് പറഞ്ഞ ചിത്രം. ആ കബഡി കബഡിയിൽ ഇതിൻ്റെ നല്ലൊരു പാട്ടാണ് ഞാനും രംഭയും കൂടി അഭിനയിച്ചതാണ്. അതിനകത്ത് കോസ്റ്റ്യൂംസൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂമുകളാണ്. അതും ഒരു നമ്മളെ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ, പാല കഴിഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്നിട്ട് നമ്മൾ കബഡി കബഡിക്ക് പോയ സ്ഥലം പാട്ടെടുക്കാൻ പരുന്തുംപാറയിലാണ് ഷൂട്ടിംഗ് ആയിരുന്നത്. അപ്പോൾ ഈ പരുന്തുംപാറ പരിസരത്ത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പോൾ ഞാനും ഈ രംഭയിൽ നിൽക്കുമ്പോൾ എന്നെ അല്ല കൂടുതൽ ആൾക്കാർ നോക്കി, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് രംഭേനെ തന്നെ ഇങ്ങനെ അതിശയം വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രംഭേനെ എന്നെ നോക്കണം ഇങ്ങനെയാണ്, എന്തിന് രംഭേനെ കണ്ടിട്ട് ഇങ്ങനെ എന്നെ കാണുമ്പോൾ അതേ ഒരു റിയാക്ഷനിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ കബഡി കബഡിയിലും ഞാൻ പാടിയ പാട്ടാണ് മത്താപ്പ് മത്താപ്പ് നന്നാര മത്താപ്പ് പെണ്ണെ നിഞ്ചിരി കണ്ടാൽ കത്തും മത്താപ്പ് മുത്താണേ മുത്താണേ മുന്നാഴി മുത്താണേ താരാരി തന്നാരേ തന്നാരേ. ആ പാട്ട് രംഗം നമുക്ക് കാണാം. എൻ്റെ ദൈവമേ എന്തൊരു ചൂടാണെന്നറിയാമോ. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടായിരിക്കുമല്ല, ഇവിടെ സഹിക്കാൻ പറ്റില്ല എന്നുള്ള എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കുക. ദൈവമേ നമുക്കെല്ലാവർക്കും ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മഴയും, അത് ഇടിവെട്ടൊന്നുമില്ലാതെ കാറ്റൊന്നുമില്ലാതെ ചെറിയ കാറ്റോടുകൂടി നല്ലൊരു മഴ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം.